എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം, നാളെ നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ സോഷ്യോളജിയുടെ പരീക്ഷയാണല്ലേ. അപ്പോൾ സോഷ്യോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ പോകാവുള്ളൂ. കാരണം അതിനകത്ത് നാളത്തെ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് പോകണം. കാരണം എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നാളത്തെ എക്സാമിന് ഉണ്ടാവുക. ഇനി ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഈ പറയുന്ന ചോദ്യോത്തരങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഓർമ്മയിൽ ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം വന്നിട്ട് വേണം നാളത്തെ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒന്നാമത്തേത് ഏത് ഇയറിലാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അതൊക്കെ ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ഇതൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നെ ഇവിടെ പഠിച്ചു വയ്ക്കേണ്ടത് മാരേജസ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലേ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാരേജസ് ബേസ്ഡ് ഓഫ് നമ്പർ ഓഫ് മെയ്ഡ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് മെയ്ഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാരേജിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എപ്രകാരമാണ്? അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം മാരേജിന് ഏത് രീതിയിലൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, നമ്പർ ഓഫ് മെയ്ഡ്സിൻ്റെ അടിസ്ഥാനത്തിലോ, അതൊക്കെ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പം ഇത് നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹ്യൂമൻ പവേർട്ടി അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. റീജിയണലിസം നോക്കിയിട്ട് പോവാം. പിന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയസ് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, അത് നാളത്തെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോകണം. കേസ് സ്റ്റഡി, അങ്ങനെ ആ ഡേറ്റ കളക്ഷൻ്റെ 5 ടെക്നിക്സ് ഏതാണെന്ന് പഠിച്ചിട്ട് പോകാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും, ഒന്നെങ്കിൽ പാർട്ടിസിപ്പൻറ്റ്, നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം. കേസ് സ്റ്റഡിയും ഇൻ്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉണ്ട് അല്ലേ, അതെല്ലാം പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4 ഫോംസ് ഓഫ് മുസ്ലിം മാരേജ് ഓൾറെഡി പറഞ്ഞാണ്, പഠിച്ചിട്ട് പോകണമെന്ന്. അപ്പോൾ അത് നോക്കുക. പിന്നെ ഹിന്ദുസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, നോക്കിയിട്ട് വേണം. കറപ്ഷൻ്റെ കോസസ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകണം. പിന്നെ ഇത് ഓൾറെഡി പറഞ്ഞാണ്, സാൻസ്ക്രിറ്റൈസേഷന്, മോഡേണൈസേഷന്, വെസ്റ്റേണൈസേഷന്, 3 പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. നോംസ് ആൻഡ് വാല്യൂസ് വളരെ പ്രധാനപ്പെട്ടാണ്, നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോഷ്യൽ സിസ്റ്റം അല്ലേ, സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഫാമിലി എന്നാൽ എന്താണ്, ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ട് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യലൈസേഷൻ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകണം, പഠിച്ചിട്ടാണ്. റൂറൽ സൊസൈറ്റി അല്ലേ, റൂറൽ എന്താണെന്നുള്ള അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അർബൻ സൊസൈറ്റിയെക്കുറിച്ച്, റൂറൽ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്രേറ്റ് എപ്പിക്സ് ഏതാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ, രാമായണം അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഗ്രേറ്റ് എപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇവിടെ ഓർത്തിരിക്കുന്ന ഓപ്ഷൻ മൊഡ്യൂൾ എ പഠിക്കുന്ന കുറച്ചുകൂടി എളുപ്പം കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഗ്രേറ്റ് എപ്പിക്സ് ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ വേദിക് ഏജിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എപ്രകാരമാണ് അതൊക്കെ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻറ്റ്. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്സ് ഇതൊക്കെ നോക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ എൻകൾച്ചറേഷനൊക്കെ നോക്കണം, അതിപ്പോൾ അടുത്ത മൊഡ്യൂൾ നോക്കുന്നവരാണ്, അത് നോക്കിയിട്ട് പോവാം. ലിറ്ററസി റേറ്റ് അല്ല, ഏത് സ്റ്റേറ്റിനാണ് കൂടുതൽ. സൊറോആസ്ട്രിയനിസം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. സൊറോആസ്ട്രിയനിസം എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, നോക്കിയിട്ട് പോകണം. സോഷ്യൽ കൺട്രോള്, പിന്നെന്താണ് ഹ്യൂമൻ സൊസൈറ്റി, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, OBC ഇമ്പോർട്ടൻ്റ് ആണ്. ബിലീവ്സ് ഓഫ് ഇസ്ലാം നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രൈബൽസ് അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നോക്കിയിട്ട് പോകണം. അസിമിലേഷൻ ഇമ്പോർട്ടൻ്റ്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, സോഷ്യോളജി, ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അത് തമ്മിലുള്ള എല്ലാം പഠിച്ചിട്ട് പോകണം അല്ലേ. സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി എല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, പാർട്ടിസിപ്പൻറ്റ്, നോൺ പാർട്ടിസിപ്പൻറ്റ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചൈൽഡ് ലേബറിനെ കുറിച്ചുള്ളത് നോക്കിയിട്ട് പോവുക. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വർണ്ണ ആൻഡ് ജാതി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മുസ്ലിം മാരേജ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അത് നോക്കണമെന്ന് പറഞ്ഞു. കൾച്ചറൽ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
നോംസ് പറഞ്ഞിട്ടുള്ളതാണ് നോക്കണമെന്ന്. ഗ്രേറ്റ് എപ്പിക്സ് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്, പഠിക്കണം. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താണെന്നുള്ളതും പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. സ്ത്രീകളുടെ പദവി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റസ് ഓഫ് വുമൺ അല്ലേ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്കറിയാം. നിരക്ഷരതയും പിന്നെന്താണ് സാക്ഷരതയൊക്കെ അറിയാവുന്നതാണ്. ലെവിറേറ്റ് എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഇത് പഠിക്കാനുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, നോക്കണേ. അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെവിറേറ്റ് നോക്കിയിട്ട് പോകണം, എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ജൂതിസം അല്ലേ, മുസ്ലിം മാരേജ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ. സാൻസ്ക്രൈറ്റൈസേഷൻ, പോവർട്ടി, അക്കൾച്ചറേഷൻ, അസ്ക്രൈബ്ഡ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ്, പിന്നെന്താണ് ക്രോസ് കസിൻ മാരേജ് എന്നാൽ എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ, വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ, ജസ്റ്റ് വൺ വേർഡ് ആയിട്ടുള്ള രീതി. ഷെഡ്യൂൾഡ് ട്രൈബ്, ST/SC ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാല്യൂസ്, സ്റ്റാറ്റസ് അല്ലേ, ഒക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ് കസ്റ്റഡിയൽ റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം കേട്ടോ. ഡൗറി അതൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത്രയും കാര്യം നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫങ്ഷണലിസ്റ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ അപ്ലൈഡ് സയൻസും പ്യുവർ സയൻസും എന്താണെന്നൊക്കെയുള്ളത്. അപ്ലൈഡ് സോഷ്യോളജി എന്നാൽ എന്താണ്, അതൊക്കെ നോക്കിയിട്ട് പോകണം. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള സംഭവങ്ങളാണ്, അത് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്ലൈഡ് സോഷ്യോളജി എന്നാൽ എന്താണെന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷണലിസം എന്നാൽ എന്താണ്, അതൊക്കെ നോക്കിയിട്ട് പോകണം. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് പോകണേ. ഫങ്ഷണലിസം ഒക്കെ പഠിച്ചിട്ട് വേണം കേട്ടോ. അതൊക്കെ നാളത്തെ ചോദ്യപേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്, എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്യുവർ സയൻസും അപ്ലൈഡ് സയൻസും അപ്ലൈഡ് സോഷ്യോളജി എന്നാൽ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫങ്ഷണലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾ പഠിച്ചു, സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത്. സോ നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞ് ചോദ്യോത്തരങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം. ഓൾറെഡി നമ്മൾ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. ഒപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ നാളത്തെ പരീക്ഷ എളുപ്പമായിരിക്കും, വെറുതെ ടെൻഷൻ ആവേണ്ട. എളുപ്പമുള്ള പരീക്ഷയായിരിക്കും നാളത്തേത് കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്